പ്രിയമുള്ളവരെ, ജീവിതമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നോ പാലിക്കും എന്നോ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. എങ്കിലും നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു കാലഘട്ടത്തിൽ കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാം ഈച്ച് ഫോർ ഓൾ ഫോർ ഈച്ച് എന്നൊരു പ്രക്രിയയിൽ ജീവിച്ചവരാണ്. അങ്ങനെ ഒരു കാലം ഇനിയും വന്നുകൂടായിക എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഇതെല്ലാം ഒന്ന് സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫോളോവേഴ്സോ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ എല്ലാവർക്കും മടി തോന്നുന്നത്. എനിക്കറിയാം. എനിക്കതിൽ പ്രശ്നം ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം പരിപാലിക്കാം. ജീവിതം എന്നത് കണ്ണുനീരും ചിരിയും ഓർമ്മകളും നിറഞ്ഞതാണ്. കണ്ണുനീർ കാലക്രമേണ വറ്റിപ്പോകും. അത് തീർച്ചയുള്ള കാര്യമാണ്. നമ്മൾ എത്ര ദുഃഖിച്ചാലും അത് കുറച്ച് പ്രകൃതിയുടെ നിയമം അതങ്ങനെയാണ്. എല്ലാ ദുഃഖവും എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. അങ്ങനെ അതങ്ങ് മാഞ്ഞുപോകും. കണ്ണുനീര് വറ്റിപ്പോകും, പുഞ്ചിരിയും മാഞ്ഞുപോകും. എന്നാൽ ഈ ഓർമ്മകൾ എന്നത് എപ്പോഴും നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ജീവനുള്ള ഒരു അവസ്ഥയാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. ഈ ഓർമ്മകൾ നല്ലതാവുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാവും. നമുക്ക് എപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഭാരതീയ സംസ്കാരം നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ആർക്ക് എന്ത് കൊടുക്കണം എന്നാണ്. അത് ജാതിയായാലും മതമായാലും വർഗമായാലും അത് അങ്ങനെ തന്നെയാണ്. ആർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജാതി മതസ്ഥരും അന്നദാനം എന്ന ഒരു പുണ്യകർമ്മം നടത്തുന്നത്. അന്നദാനം എപ്പോഴും പുണ്യം തന്നെയാണ്. വിശക്കുന്നവന് മാത്രമാണ് ആഹാരത്തിൻ്റെ വില അറിയുന്നത്. അപ്പം നല്ലതുപോലെ വിശന്ന് വലഞ്ഞ ഒരാൾക്ക് ഒരു ക്ഷേത്രത്തിലോ അമ്പലത്തിലോ പള്ളിയിലോ ചെന്ന് ഒരാഹാരം കിട്ടുമ്പോൾ അയാളത് വയറ് നിറച്ച് കഴിച്ച് ആകാശത്തേക്ക് നോക്കിയൊരു ധന്യമായ ഒരു നന്ദി പറയാറുണ്ട്. ആ നന്ദിയിലാണ് അയാളുടേതായ ഒരു തൃപ്തി നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആഹാരം കൊടുക്കുക എന്ന പ്രക്രിയയിലൂടെ നേടുന്നത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. അത് മഹനീയം തന്നെയാണ്, എപ്പോഴും മഹനീയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിനാൽ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മം തന്നെയാണ് നമ്മളെപ്പോഴും അനുസരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാവരും. അപ്പോൾ നമ്മുടെ കർമ്മഫലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും, നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈച്ച് ആൻഡ് എവരി ആക്ഷൻ വിൽ ബി റിവാർഡഡ് എന്ന് പറയുന്നത്. ഓരോ പ്രവൃത്തിക്കും നമ്മൾ അതിനനുസരിച്ചമായ കർമ്മഫലം നമ്മളിലേക്കുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുതന്നെയാണ് എപ്പോഴും വിശ്വസിക്കേണ്ട കാര്യവും. നമ്മുടെ പ്രകൃതി ഏറ്റവും വലിയ പ്രതിഭാസമായ സൂര്യഭഗവാനെ ഒന്ന് നോക്കണം. ഒരു ദിവസത്തെ ജീവിത ദൈർഘ്യം മാത്രമുള്ള ആ സൂര്യഭഗവാൻ രാവിലെ ഉണർന്ന് വൈകുന്നേരം അസ്തമിക്കുന്നതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. പ്രഗത്ഭമായ കാര്യങ്ങൾ എല്ലാം പ്രവർത്തിച്ച് അവസാനം ശാന്തമായി അസ്തമിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. സൂര്യഭഗവാന്റെ ആയുസ് ഒരു ദിവസം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം കൽപ്പിച്ചു കൂട്ടിയ ഒരായുസ്സുണ്ട്. ആ ആയുസ്സിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തും ദാനം ചെയ്തും പരിപാലിച്ചും ജീവിക്കണം എന്ന ഒരു തത്വം അവിടെ ഇല്ല. എങ്കിലും നമ്മളാൽ കഴിയുന്ന തരത്തിൽ നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നന്മ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫലം നമ്മളിൽ തന്നെ നമുക്കുണ്ടാകും. ഫലമല്ല, സന്തോഷം നമുക്ക് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എപ്പോഴും വലുതായിക്കൊണ്ടേയിരിക്കും. ആ കേന്ദ്രബിന്ദു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും വലുതാവണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ വലുതാവണം. നമ്മൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ കേന്ദ്രബിന്ദുവിൽ ഒരു വൃത്താകാരമായ ഒരു കേന്ദ്രബിന്ദു ഉണ്ടാകും. അത് സ്വയം രക്ഷ എന്ന കേന്ദ്രബിന്ദുവാണ്. നമ്മൾ എനിക്ക് ഞാൻ എൻ്റേത് എന്ന ഭാവത്തിൽ നമ്മൾ കുറേ കാലം അങ്ങ് ജീവിക്കും. എൻ്റേതായ എല്ലാം എൻ്റെ രക്ഷയാണ്, എനിക്കാണ് വേണ്ടത്, എനിക്കാണ് പഠിക്കേണ്ടത്, എൻ്റേതാണ് എല്ലാം എന്നൊരു സ്വാർത്ഥബോധം നമ്മളിൽ ഉണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. അതാരുടെയും കുറ്റമല്ല. അങ്ങനെ സ്വന്തമായി ഞാൻ എൻ്റേത് എന്ന ഭാവത്തിൽ എങ്ങനെ വളർന്നു
വളർന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ ചിന്തയെല്ലാം മാറി പിന്നെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് സ്വജനഹിതം ഉണ്ടാകും. ഈ സ്വജനഹിതം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടേതായ കാര്യങ്ങളെല്ലാം, അപ്പോൾ അതൊരു വൃത്താകൃതിയിലുള്ള സ്വജനഹിതം നമുക്കുണ്ടാവും. ആ വൃത്തത്തിൽ നിന്ന് നമ്മൾ തീരെ വ്യതിചലിക്കുന്നതേയില്ല. അവർക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സഹജനഹിതം ഉണ്ടാകും. മറ്റുള്ളവരോടും ഒരു പ്രതിപത്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മളെ കണ്ടു പരിചയപ്പെടുന്നവർ, അങ്ങനെ പോകുന്ന ഒരു സുഹൃത്ത് ബന്ധം നമ്മളിലുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെയും സ്നേഹിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നിന്ന് ഇത്രയും ആകുമ്പോൾ നമ്മളുടെ മനസ്സ് പരിമിതിയിലെത്തും. നമ്മൾക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട എന്ന് തോന്നും. ആ തോന്നലുകൾ ശരിയല്ല. നമ്മൾ പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ബഹുജനഹിതം എന്നൊരു സംവിധാനമുണ്ട്. അതായത് ലോകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന്. നമ്മൾ സമ്പാദിച്ചതോ നമ്മൾ കൂട്ടിയതോ ഒന്നും ബഹുജനത്തിന് വേണ്ടി നൽകണം എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച് ഉരുത്തിരിഞ്ഞ പല നല്ല കാര്യങ്ങളുണ്ടാവും. ആ നല്ല കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കഴിയുന്ന വിധം മറ്റുള്ളവരേക്ക് എത്തിക്കുമ്പോൾ, മറ്റുള്ളവരെ ഒരു കൈത്താങ്ങായി സഹായിക്കുമ്പോൾ, അത് പണം കൊടുത്താവണമെന്നൊന്നുമില്ല, ഒരു വിഷമാവസ്ഥയിൽ പലതരത്തിലുള്ള സഹായവും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്ന് സഹായിക്കുമ്പോൾ, നിസ്സാര കാര്യം പറയാം, പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതും ഒരു ബഹുജന ഹിതം തന്നെയാണ്. ആ കുട്ടിയും പഠിച്ച് മേന്മയിലെത്തും. രോഗാവസ്ഥയിൽ കഴിയുന്ന പലരുമുണ്ട്. അവർക്കും പലതും ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റും. അതങ്ങനെ ചെയ്യുന്നത് ആരും അറിയണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാവർക്കും ചെയ്തു കൊടുത്ത് എല്ലാവരെയും പ്രീതി സമ്പാദിച്ച് ജീവിക്കാനൊന്നും എല്ലാവർക്കും പറ്റുകയില്ല. അതിനുള്ള മനസ്സും ആർക്കുമില്ല. മനുഷ്യനെപ്പോഴും സ്വാർത്ഥൻ തന്നെയാണ്. എങ്കിലും കുറച്ചൊക്കെ നമ്മളിങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ, നമ്മൾ വയസ്സാകുമ്പോൾ, നമുക്കാരുമില്ല എന്ന് ബോധത്തിലെത്തുമ്പോൾ, നമുക്ക് എല്ലാവരും ഉണ്ട് എന്ന ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കളെല്ലാം നമ്മളിൽ നിന്നും ഇങ്ങനെ അകന്നകന്നു പോവും. അത് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മളെ കുറ്റം പറയാൻ എൻ്റെ മോൻ നോക്കുന്നില്ല, എൻ്റെ മോൾ നോക്കുന്നില്ല എന്നൊന്നൊരു പരിഭവമൊന്നും നമ്മൾ പറയരുത്. നമ്മളായി ജീവിക്കാൻ പഠിച്ചാൽ, നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ചെയ്യാൻ പഠിച്ചാൽ നമ്മൾക്ക് ബഹുജന സഹായം ഉണ്ടാകും, മനസ്സുകൊണ്ടെങ്കിലും ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മനസ്സിലെ ആ ഒരു തൃപ്തി നമുക്ക് മനസ്സിൻ്റെ സന്തോഷമായി വരും എന്ന് ഉറപ്പ് തന്നെയാണ്. അത് ഒരനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് തന്നെയാണ്. എനിക്കും എൻ്റെ മക്കളെല്ലാം ദൂരെയാണ്. അവർക്കെല്ലാം എപ്പോഴും എന്നെ സഹായിക്കാനോ എന്നിലേക്ക് വരാനോ പറ്റുകയില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്ന എന്തോ നല്ല പ്രവൃത്തിയുടെ ഫലം കൊണ്ട് എനിക്ക് ആരുമില്ലെന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതെ എല്ലാവരും ജീവിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ സംതൃപ്തി എന്ന ഒരു ഇതുണ്ടാവും. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ്, ആ ജീവിതമാണ് നമുക്ക് പുണ്യം നേടിത്തരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ നമ്മുടേതായ ജീവിതത്തിൻ്റെ ചക്രം ഇങ്ങനെ ഓരോന്നും മാറി വരുമ്പോൾ, ആ ജീവിത ചക്രത്തിൽ നമ്മളെ നമ്മളാകുന്ന വണ്ടിയെ ഓടിക്കുന്ന ലൈസൻസും ഇൻഷുറൻസും എല്ലാം ഉള്ള ഒരു ഡ്രൈവർ നമ്മളാണെന്ന് മനസ്സിലാക്കണം. ആ ഡ്രൈവിംഗ് സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ഇടിച്ച് കൊന്ന് ചതിച്ച് പലതരത്തിലും വേദനിപ്പിച്ചും നശിപ്പിച്ചും മുൻപോട്ട് പോകാൻ ശ്രമിക്കരുത്. ഒരു കൈത്താങ്ങായി ഒന്ന് സ്നേഹിച്ച്, എൻ്റെ സഹജീവികളാണ് എന്ന ബോധത്തോടുകൂടി ഒന്ന് സ്നേഹിച്ച് ഒന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കാണ് നമ്മൾക്ക് അതിൻ്റേതായ ഗുണം കിട്ടുന്നത്. അത് അവർക്കല്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. നന്ദി, നമസ്കാരം.